അമ്മ ഞാൻ ഈ ഉന്നക്കായ എന്ന് പറഞ്ഞാലേ ഒരു പ്രത്യേക തരം കായാണ്. അതിൽ നിന്ന് ഉണ്ടാക്കണ പലഹാരാന്നാ വിചാരിച്ചോണ്ടിരുന്നത്. അത് കായന്ന് ഉണ്ടാക്കണതല്ലേ, ഇത് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കണ മലബാറുകാരുള്ള ഒരു സ്പെഷ്യൽ പലഹാരമാണ്. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നേന്ത്രപ്പഴം കൊണ്ട് നല്ല അടിപൊളി ഒരു ഉന്നക്ക ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 4 നേന്ത്രപ്പഴമാണ്. ഇതിപ്പോൾ 500-600 ഗ്രാം ഉണ്ടാവും. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തലയും വാലും ഒന്ന് മുറിച്ചിട്ട് ഇതൊരു 3 കഷ്ണാക്കി എടുക്കാം. തലയും വാലും മുറിച്ചിട്ട് പുഴുങ്ങണതാണ് നല്ലത്. ഇതിൻ്റെ തലയും വാലൊക്കെ മുറിച്ച് 3 കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പഴം. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴത്തിന് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഈ പഴം ആവിയിൽ തന്നെ വെച്ച് വേവിക്കണം. ചിലര് വെള്ളത്തിലൊക്കെ ഇട്ട് വേവിക്കൂലേ? ഇത് ആവിയിൽ വെച്ച് വേവിച്ചാലാണ് നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല പാകത്തിന് കിട്ടും. വെള്ളത്തിലിട്ട് വേവിച്ച പഴത്തിൽ വെള്ളം കയറുകയും ചെയ്യും, നമുക്ക് പാകത്തിന് ഉരുട്ടാനും കിട്ടത്തില്ല. അതേപോലെ പഴം എടുക്കുമ്പോൾ നമ്മൾ നല്ല പഴുത്ത പഴം എടുക്കാൻ പാടില്ല. നല്ല പഴുക്കാത്ത പഴം വേണം എടുക്കാൻ. പഴുത്ത പഴമാണെങ്കിൽ വെന്ത് പോകുമ്പോൾ വെള്ളം പോലെ ആവും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പഴം വെന്തിട്ടുണ്ട്. അത് നമുക്കിനി എടുക്കാം. ഇനി പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇനി പഴത്തിൻ്റെ ചൂടൊന്ന് ആറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പണ്ടം റെഡിയാക്കി എടുക്കാം. നമുക്ക് അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചീനിച്ചട്ടിയിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് കളർ മാറി വരട്ടെ. അണ്ടിപ്പരിപ്പ് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ ഒന്ന് ബലൂണ് പോലെ വീർത്ത് വരട്ടെ. അണ്ടിപ്പരിപ്പൊക്കെ പൊരിഞ്ഞ് മുന്തിരിയൊക്കെ ഇതേണ്ടില്ലേ ബോൾ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ ഒരു മുറി തേങ്ങയാണ് ചിരണ്ടിയിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങയും നെയ്യും ഇതൊക്കെ പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങ ഒരു ചെറിയ കളറായി വരട്ടെ കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയണ്ടാവില്ല കേട്ടോ. അത് ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാനുള്ളതാണ്. ഇതിൽ മാത്രമല്ല, ഇത് കൊണ്ട് വേറെ സാധനങ്ങൾ ഉണ്ടാക്കാം. അട ഉണ്ടാക്കാം. ഇങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ പണ്ടം കൊണ്ട്. ഈ അണ്ടിപ്പരിപ്പൊക്കെ മുന്തിരിക്കൊന്നും ഒരു കണക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഏലക്കപ്പൊടി ഇട്ടത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഏലക്കപ്പൊടി ഇട്ടപ്പോൾ നല്ല അടിപൊളി ഒരു മണം വന്നു. ഇത് കണ്ടില്ലേ, ഇപ്പം തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടിയും ഒക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പണ്ടം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ഇറക്കി വെക്കാം. ഇനി നമ്മുടെ പഴം ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, അതൊക്കെ ഇനി എടുക്കാം. ഇങ്ങനെ തോലൊക്കെ എടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ കറുത്ത കളറിൽ കാണുന്നത് നമുക്കിനി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കുരുവും നാരും.
അല്ല അമ്മ ഇതിന്റെ ഇപ്പൊ നാര് കണ്ടാലിപ്പോ എന്താ പ്രശ്നം? നാര് ഇട്ടാലെന്താ പ്രശ്നം? ഇപ്പൊ ഇത് നമ്മൾ കുഴയ്ക്കുമ്പോഴേ ഒരു നാര് പോലെ അങ്ങനെ കിടക്കുക, അത് കുഴയൂല. അതിനാണ് നാരെടുക്കണം പറഞ്ഞത്. അത് ശരി. ഞാൻ വിചാരിച്ചു കണ്ട ഭംഗി കുറയും അതുകൊണ്ടാവുന്നു. അതുകൊണ്ടൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ പഴത്തിൻ്റെ കുരുവും നാരും കളയൽ കഴിഞ്ഞ് ഇനി നമുക്കിതിനെ നെക്കി ഒന്ന് ഉടച്ചെടുക്കണം. ഒരു തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ മക്കളെ, അതേപോലെ ഉടച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഇതുപോലത്തത് കൊണ്ട് ഞാൻ ഉടച്ചിട്ടാണ് കൈ കൊണ്ട് കുഴച്ചത്. ഇത് കയ്യിൽ ഒട്ടാതിരിക്കാൻ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് വേണം ഉരുട്ടാൻ. മാക്സിമം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി കൂട്ടാതെയാണ് ഉണ്ടാക്കുന്നത്. മാക്സിമം പഴം വാങ്ങുമ്പോൾ നല്ല പഴുക്കാത്ത പഴം വാങ്ങുക. അതിൻ്റെ തണ്ട് പച്ചയായിരിക്കുമല്ലോ, അത് വാങ്ങിയാൽ മതി. ഇനി നമുക്കിത് ഉന്നക്ക ആക്കി എടുക്കാം. ഞാൻ ഇച്ചിരി എണ്ണ കയ്യിൽ പുരട്ടുന്നുണ്ട്, കയ്യിൽ ഒട്ടാതിരിക്കാൻ. കുറച്ചെടുത്താൽ മതി, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്താൽ മതി. ഇതിപ്പോൾ ഈ പരത്തുമ്പോൾ കട്ടി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കട്ടി കുറയുകയാണെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ പൊട്ടിപ്പോവും. കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ കിട്ടുക. അതുകൊണ്ടാണ്. എന്നാൽ കട്ടി വേണം, എന്നാൽ കട്ടി കുറയ്ക്കാനും പാടില്ല. അങ്ങനെ വേണം. ഇതേപോലെ വേണം പരത്താൻ. ഇനി നമുക്കിതിൽ ഈ പണ്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് വെച്ചിട്ട് ഇങ്ങനെ മൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുക്കുക. നമുക്ക് എല്ലാവരും ഇങ്ങനെ ആക്കിയെടുക്കാം. ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും കേട്ടോ മക്കളെ. പിന്നെ ഉണ്ടാക്കി വരുമ്പോൾ റെഡി ആയിക്കോളും. ആയിക്കോട്ടെ. ഇതാണ് എൻ്റെ മോനുണ്ടാക്കിയത് കേട്ടോ മക്കളെ. ഇപ്പം എല്ലാതും ഉന്നക്ക പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ എടുത്ത് പൊരിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ ഒന്നൊന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കർ പാത്രം ആയതുകൊണ്ട് ഇപ്പം തന്നെ മറിച്ചിടണ്ട. സാധാ പാത്രമാണെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല കളറായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, രണ്ട് സൈഡും കളറായിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. മക്കളെ, നമ്മൾ അടിപൊളി ഉന്നക്കയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മുറിച്ച് കാണിച്ചു തരാൻ. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ഉന്നക്ക റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.